ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും സമാധാനവും സ്നേഹവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, നോമ്പുകാലത്തിൻ്റെ 5-ാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ ഞായറാഴ്ച സഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങളും 8-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളുമാണ്. ഈ വചനഭാഗത്ത് പ്രധാനമായും 2 ചിന്തകളാണ് നമുക്ക് നൽകുന്നത്. ഒന്ന്, ഈശോ ജീവജലത്തിൻ്റെ അരുവിയാണ്. 2, ഈശോ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഈ 2 ആശയങ്ങളും ഈശോയിൽ സമ്മിളിതമാകുമ്പോൾ മറ്റ് 1-2 ചിന്തകൾ കൂടി ഈ വചനഭാഗം നമുക്ക് നൽകുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ 2 ആശയങ്ങളെപ്പറ്റി ഒന്ന് വിചിന്തനം നടത്താം. കർത്താവ് ജീവജലത്തിൻ്റെ അരുവിയാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും എന്ന് കർത്താവ് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണിത്. നമുക്കറിയാം, വെള്ളവും പ്രകാശവും വെളിച്ചവും ജീവൻ നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷിതമായ 2 ഘടകങ്ങളാണ്. മനുഷ്യ ശരീരം പോലും നിർമ്മിതമായിരിക്കുന്നത് ഈ 2 ഘടകങ്ങളുടെ പൂർണ്ണതയിലാണ്. വെള്ളം ഇല്ല എങ്കിൽ മനുഷ്യ ശരീരത്തിന് ജീവൻ ഉണ്ടാവുകയില്ല. പ്രകാശമില്ല എങ്കിൽ മനുഷ്യന് ജീവിക്കുവാൻ സാധിക്കുകയില്ല. മനുഷ്യന് മാത്രമല്ല, ഒരു ജീവജാലങ്ങൾക്കും വെളിച്ചമില്ലെങ്കിൽ ഈ ലോകത്തിൽ നിലനിൽക്കുവാൻ കഴിയില്ല. അപ്പോൾ ഈ 2 ഘടകങ്ങളും, വെള്ളവും വെളിച്ചവും, ജീവൻ നിലനിർത്തുവാൻ അടിസ്ഥാനപരമായ 2 ഘടകങ്ങളാണ് എന്ന് നമുക്ക് അറിയാം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ 2 ഘടകങ്ങളും ഈശോയിലാണ് സമ്മിളിതമാകുന്നത് എന്ന് സുവിശേഷം നമ്മോട് പറയുമ്പോൾ, കർത്താവ് ജീവജലത്തിൻ്റെ ദാതാവാണെന്നും ജീവന്റെ ദാതാവാണെന്നും ഒക്കെ യോഹന്നാൻ പ്രസ്താവിക്കുകയാണ്. പ്രത്യേകിച്ചും യോഹന്നാന്റെ സുവിശേഷം പഴയ നിയമത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് പല ആശയങ്ങളും പ്രസ്താവിക്കുന്നുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് യോഹന്നാൻ തൻ്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ അത് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന അതേ ആശയങ്ങൾ തന്നെയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ജീവദാതാവായ മിശിഹാ തമ്പുരാൻ പിതാവിൻ്റെ പുത്രനാണ് എന്ന് ലോകത്തിന് വെളിപ്പെടുത്തുകയും ആ പുത്രനിൽ വിശ്വസിക്കുന്നവർക്കൊക്കെ ഈ ജീവൻ പകരുവാൻ പുത്രൻ ശക്തി പകരുന്നു എന്നുള്ളതും ഈ വലിയ വചനഭാഗം നമുക്ക് സന്ദേശം നൽകുകയാണ്. നമുക്കറിയാം, ഈശോയുടെ മനുഷ്യാവതാരം തുടങ്ങി, അല്ലെങ്കിൽ ഈശോയുടെ മനുഷ്യാവതാരത്തിന് മുമ്പായി പരിശുദ്ധ കന്യകാമറിയത്തിന് ദൂതൻ മംഗളവാർത്ത കൊടുക്കുന്ന സമയം തുടങ്ങി ഈ ആശയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, പാരമ്പര്യം പറയുന്നതനുസരിച്ച് പരിശുദ്ധ കന്യകാമറിയം വെള്ളം കോരാൻ പോയ സമയത്താണ് ആദ്യത്തെ മംഗളവാർത്ത നൽകപ്പെടുന്നത്. വെള്ളം എന്ന് പറയുന്നത് ജീവൻ നിലനിർത്തുവാൻ ആവശ്യമാണ്. ഒരുപക്ഷെ വീട്ടിലെ ആഹാരം പാകം ചെയ്യുന്നതിന് വേണ്ടി ആയിരിക്കാം മറിയം വെള്ളം കോരാൻ പോയത്. ജീവജലത്തിൻ്റെ അരുവിയായ കർത്താവിൻ്റെ സാന്നിധ്യം ദൈവകൃപയിൽ സമ്പന്നയായ മറിയത്തിന് ദൈവം കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ ആ ഒരു നിമിഷം മുതൽ നമുക്ക് ജീവജലത്തിൻ്റെ ഉറവയായ മിശിഹായുടെ മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
ഈ ലോകം മുഴുവനും അന്ധകാരമയമായിരിക്കുമ്പോൾ ആ അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് വെളിച്ചമായി മനുഷ്യനായി അവതരിച്ച ദൈവപുത്രന്റെ സാന്നിധ്യം വലിയ ഒരു പ്രകാശം കണ്ടു എന്ന് സുവിശേഷകൻ പറയുന്നുണ്ട്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ലോകത്തിൻ്റെ മുഴുവനും അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്യുവാനും ഇരുട്ടിനെ കീറിമുറിച്ചുകൊണ്ട് വെളിച്ചത്തിൻ്റെ അടയാളമായി കർത്താവ് വന്നതിൻ്റെയൊക്കെ വലിയ ഓർമ്മ ഈ വചനഭാഗം നമുക്ക് നൽകുകയാണ്. അതുകൊണ്ട് വെള്ളവും വെളിച്ചവും ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് ജീവനില്ലാത്ത അവസ്ഥയാണ്, മൃതമായ അവസ്ഥയാണ്. ഈ മൃതമായ അവസ്ഥയിൽ നിന്നും ജീവന്റെ തുടിപ്പിലേക്ക് ഒരു വ്യക്തി നയിക്കപ്പെടുന്നത് കർത്താവിൽ വിശ്വാസമർപ്പിക്കുമ്പോഴാണ് എന്ന് നമുക്ക് ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കുവാനുള്ള അവസരമൊരുക്കുകയാണ് ഈ വചനഭാഗം. സ്നേഹമുള്ളവരെ, ഈ ആധുനിക ലോകത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാൻ സാധിക്കും, അന്ധകാരത്തിൻ്റെ പിടിയിലാണ് ഇന്ന് ലോകം മുന്നോട്ട് നീങ്ങുന്നത്. പൈശാചിക പ്രവണതകളെയും പിശാചിൻ്റെ ആധിപത്യത്തെയും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കലാസൃഷ്ടികൾ പോലും രൂപപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെയും മനുഷ്യനെ പിശാചിലേക്ക് ശ്രദ്ധ തിരിക്കുവാനുള്ള വലിയ പരിശ്രമങ്ങൾ ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെയൊക്കെ കുടുംബങ്ങൾ അന്ധകാരത്തിൽ മുഴുകി കഴിയുമ്പോഴാണ് കുടുംബങ്ങൾ അവിടെ തകർക്കപ്പെടുന്നത്. കുടുംബങ്ങളിൽ പൈശാചിക സാന്നിധ്യം നിറവാകുമ്പോൾ അവിടെ വെളിച്ചം നഷ്ടപ്പെടുകയും, അല്ലെങ്കിൽ വെളിച്ചമാകുന്ന മിശിഹായുടെ സാന്നിധ്യം ഇല്ലാതാകുമ്പോൾ കുടുംബത്തിൽ അന്ധകാരം പ്രവേശിക്കുകയും പിശാചായി വന്ന് കുടുംബത്തെ തകർക്കുകയും ചെയ്യുകയാണ്. ദൈവസാന്നിധ്യം കുടുംബങ്ങളിൽ നിലനിർത്തപ്പെടണമെങ്കിൽ, ദൈവത്തിൻ്റെ പ്രകാശം കുടുംബത്തിൽ പ്രകാശിതമാകണമെങ്കിൽ, കുടുംബത്തിൽ അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട ഒരു മൂല്യം ഒരുമിച്ചിരുന്നുള്ള പ്രാർത്ഥനയാണ്. എവിടെ ഏത് കുടുംബത്തിൽ പ്രാർത്ഥന അന്യമാകുന്നുവോ അവിടെ പിശാച് കുടിയേറുകയും ആ കുടുംബത്തെ തകർക്കുകയും ചെയ്യും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുമെന്ന് കർത്താവ് പറയുമ്പോൾ നമ്മളിലൊക്കെ തുടിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു ഒഴുക്കലാണ്. ഈ ജീവജലത്തിന്റെ അരുവി എന്ന് പറയുന്നത് വിശ്വാസത്തിലൂടെ ഒരു വ്യക്തി സ്വീകരിക്കാൻ പോകുന്ന ആത്മാവിനെ പറ്റിയാണ് കർത്താവ് എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തി നിറയപ്പെടുമ്പോൾ ആ ആത്മാവിന്റെ ചൈതന്യം അനുസ്യൂതം ഒഴുകേണ്ടതുണ്ട്. ഒഴുകുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒഴുക്ക് വളർച്ചയുടെ ലക്ഷണമാണ്. ഒഴുക്കുള്ളിടത്ത് അഴുക്കില്ല എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാകുന്ന ജലം നമ്മളിൽ നിന്നും നിർഗളിക്കുമ്പോൾ, ഒഴുകപ്പെടുമ്പോൾ നമ്മളിലെ സർവ്വ മാലിന്യങ്ങളും കഴുകപ്പെട്ട് നമ്മൾ ജീവൻ തുടിക്കുന്നവരായി മാറുകയാണ്. അതുകൊണ്ട് ആത്മാവിനാൽ നയിക്കപ്പെട്ട് ആത്മാവിൻ്റെ ഒരു ഒഴുക്ക് നമ്മളിൽ നിന്നും ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിൽ നിന്നും പ്രകാശത്തിൻ്റെ കിരണങ്ങൾ പ്രസരിക്കുവാൻ നമുക്ക് ശക്തി പകർന്നു തരികയാണ് കർത്താവ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ വെളിച്ചമുണ്ടായിരിക്കും. ജീവന്റെ വെളിച്ചം എന്ന് പറയുന്നത് ഈശോയുടെ സാന്നിധ്യം തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കർത്താവ് ഇവിടെ എടുത്തു പറയുകയാണ്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ ദൈവസാന്നിധ്യം നിറയുമ്പോഴാണ് ആ വ്യക്തിയിൽ നിന്നും പ്രകാശം മറ്റുള്ളവരിലേക്ക് പ്രസരിക്കുന്നത്. നമുക്കറിയാം, സൂര്യൻ്റെ വെളിച്ചം നമ്മുടെ ശരീരത്തിൽ തട്ടി പ്രതിഫലിക്കുന്നത് കൊണ്ടാണല്ലോ മറ്റുള്ളവർക്ക് നമ്മളെ കാണാൻ കഴിയുക. അല്ലെങ്കിൽ ഒരു വസ്തുവിന്മേൽ പ്രകാശം പ്രസരിച്ച് തട്ടി പ്രതിഫലിക്കുമ്പോഴാണല്ലോ ആ വസ്തു നമുക്ക് കാണാൻ ദൃശ്യമായി മാറുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് ഗോചരമായി മാറുന്നത്. അതുകൊണ്ട് ആ ഒരു പ്രകാശത്തിൻ്റെ പ്രസരണം നമ്മളിൽ നിന്നുമൊക്കെ ബാഹ്യമായി പ്രസരിക്കുന്നുണ്ട് എങ്കിൽ ആന്തരികമായ ഒരു പ്രസരണം കൂടി നടത്തപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതാണ് നമ്മുടെ കർത്താവ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്നൊക്കെ വചനത്തിലൂടെ
പറയുന്നത്. ഈശോ ഇവിടെ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ മറ്റൊരിടത്ത് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈശോയാകുന്ന പ്രകാശത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഈശോയാൽ നിറയപ്പെട്ട് പ്രകാശിതമാകുകയാണ്, മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കുന്ന വ്യക്തിയായി മാറുകയാണ്. അതുതന്നെയാണ് 7-ാം അധ്യായത്തിൽ 37-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അതെ, ആത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു വ്യക്തി മറ്റുള്ളവർക്ക് എപ്പോഴും പകരപ്പെടുന്ന വ്യക്തിയാണ്, മറ്റുള്ളവർക്ക് ദൈവചൈതന്യം പകർന്നു കൊടുക്കുന്ന ആളായിരിക്കും. അതുകൊണ്ട് ആത്മീയമായ ഉണർവ് ഉണ്ടാകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ആത്മീയ ഉണർവ് നമുക്ക് സ്വന്തമായ സ്വാർത്ഥപരമായ ലക്ഷ്യത്തിന് വേണ്ടിയല്ല, മറിച്ച് മറ്റുള്ളവരിലേക്ക് അത് പകരപ്പെടുവാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈശോയുടെ ഈ 2 പ്രതീകങ്ങളും, അതായത് വെള്ളവും വെളിച്ചവും, ജീവൻ തുടിക്കുന്ന 2 ഘടകങ്ങളാണ് എങ്കിൽ ആ ജീവന്റെ തുടിപ്പിലേക്ക് നമ്മൾ ഓരോരുത്തരും വളരണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഈ ചൈതന്യങ്ങൾ നിലനിർത്തപ്പെടുമ്പോഴാണ് നമ്മുടെ കുടുംബജീവിതവും സമൂഹ ജീവിതവുമൊക്കെ അതിൻ്റെ പൂർണ്ണതയിൽ വളരുവാനായുള്ള ശക്തി ലഭിക്കുന്നത്. അല്ലെങ്കിൽ ഇത് വളർച്ചയുടെ അടിസ്ഥാനപരമായ ഘടകങ്ങളാണ് വെള്ളവും വെളിച്ചവും. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സമൂഹങ്ങളൊക്കെ ആ ഒരു വളർച്ചയിലേക്ക് നയിക്കപ്പെടുന്നതിന് വേണ്ടി വെള്ളവും വെളിച്ചവുമായ മിശിഹായിക്ക് നമ്മുടെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സമൂഹ ജീവിതത്തെയും ഒക്കെ സമർപ്പിക്കാം. മറ്റൊരു ആശയം കൂടി ഇവിടെ കർത്താവ് പറയുന്നുണ്ട്. ഞാനും പിതാവുമായുള്ള ബന്ധം, നിങ്ങൾ എൻ്റെ പിതാവിനെ അറിഞ്ഞിരുന്നെങ്കിൽ എന്നെയും അറിയുമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഈശോയുടെ പ്രബോധനങ്ങളിലോ ഈശോയുടെ സാന്നിധ്യത്തിലോ ഒന്നും വിശ്വസിക്കാത്ത ഒരു സമൂഹത്തെക്കുറിച്ചാണ് കർത്താവ് ഇത് പറയുന്നത്. അവിടെ അന്ധകാരമുണ്ട്, ഇരുട്ടുണ്ട്. ഇരുട്ടുള്ളവർക്ക് ഒരിക്കലും, അല്ലെങ്കിൽ ഇരുളിൽ വ്യാപരിക്കുന്നവർക്ക് ഒരിക്കലും വെളിച്ചമാകുന്ന മിശിഹായെ കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, പിതാവിനെ അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ നിങ്ങൾ അറിയുമായിരുന്നു. പിതാവിനെയും അറിയുന്നില്ല, പുത്രനെയും അറിയുന്നില്ല എന്ന് പറയുമ്പോൾ പരിപൂർണമായ അന്ധകാരത്തെക്കുറിച്ചുള്ള ഒരു പ്രസ്താവ്യമാണിത്. പ്രിയമുള്ളവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇപ്രകാരം അന്ധകാരത്തിൽ നടക്കാതിരിക്കുവാൻ, വെളിച്ചമാകുന്ന മിശിഹായുടെ പിന്നാലെ പോകുന്നവരായി മാറുവാൻ, ഈശോയെ അനുഗമിക്കുന്നവരായി മാറുവാൻ, വെളിച്ചത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരായി മാറുവാൻ, പൈശാചികത നിറഞ്ഞ ഇരുട്ടിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാതെ, ഈ ലോകം നമുക്ക് കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ, ഇരുട്ടിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കാതെ, വെളിച്ചത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് കൂടുതൽ ദൈവോന്മുഖരായി ജീവിക്കുവാനും നിത്യജീവൻ്റെ ഉറവിടമായ ഈശോയിലേക്ക് വിലയം പ്രാപിക്കുവാനും നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. അതിനുള്ള കൃപയ്ക്കായി നിത്യജീവനായ മിശിഹായുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. അവിടെ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.